പ്ലേറ്റുകളൊക്കെ കഴുകി വയ്ക്കാൻ കൂടിയിട്ട് ലക്ഷ്മി വേഗം റൂമിലേക്ക് പോയി. വൈശാഖൻ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോനെ, കാലത്തെ പോകേണ്ടതല്ലേ, നീ പോയി കിടക്കാൻ നോക്ക്. അമ്മ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ലക്ഷ്മി, നീ ഉറങ്ങിയോ? അവൻ ചോദിച്ചപ്പോൾ ലക്ഷ്മി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. എന്താ, തലവേദനയുണ്ടോ? ആകെ ഒരു വല്ലായ്മ കാണുന്നുണ്ടല്ലോ. ഇല്ല, ഓക്കെ. അവൻ വന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ബെഡ് ലാമ്പ് ഓൺ ചെയ്തു. അവളെ പിടിച്ചു തന്നിലേക്ക് അവൻ ചേർത്തു. ആദ്യമായാണ് അവൻ്റെ നെഞ്ചിൽ അവൾ അങ്ങനെ കിടക്കുന്നത്. അവൻ അവളുടെ മുടിയിഴകൾ വെറുതെ വിരലോടിച്ചു. അവളുടെ മൂർധാവിൽ ആഴത്തിൽ ചുംബിച്ചു. അനുസരണയോടെ കിടക്കുകയാണ് ലക്ഷ്മി. വൈശാഖേട്ടാ, ഈ പ്രീതി ടെക്സ്റ്റൈൽസിന്റെ ഓണർ രംഗനാഥ ഷെട്ടി ഇല്ലേ? അയാളെ അറിയാമോ? ഞാനിപ്പോൾ നെറ്റിൽ കണ്ടു. എന്താ മോളെ? ഒന്നുമില്ല. അയാൾക്ക് ഈ ബിസിനസ് ഇത്രയും ആക്കാൻ സഹായിച്ചതും എപ്പോൾ ആവശ്യം വന്നാലും സഹായിക്കുന്നതും ആരാണെന്ന് അറിയാമോ? അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ലല്ലോ ലക്ഷ്മി. ആരാണ് എന്താണ് എന്നൊക്കെ അറിയേണ്ട കാര്യം എന്താ? നമ്മൾ ജോലി ചെയ്ത് ശമ്പളം മേടിക്കണം. അതൊക്കെ ശരിയാണ്. പക്ഷേ ഏട്ടൻ അത് അറിയണം എന്നെനിക്ക് തോന്നി. ശരി ശരി, നീ പറ. എൻ്റെ അച്ഛനാണ് അയാളെ സഹായിക്കുന്നത്. വൈശാഖൻ ചെറുതായെന്ന് ഞെട്ടി. ഏട്ടൻ ഈ ജോലിക്ക് പോകുന്നു എന്ന് എൻ്റെ അച്ഛനെ അറിഞ്ഞാൽ അത് അച്ഛന് കുറച്ചിലാകും. അതുകൊണ്ട് ഏട്ടൻ ഈ ജോലിക്ക് തൽക്കാലം പോകണ്ട. വൈശാഖൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. പിന്നീട് രണ്ടാളും അതിനെക്കുറിച്ച് ഒരക്ഷരം സംസാരിച്ചില്ല. വൈശാഖൻ ഉറക്കം വരാതെ കിടക്കുകയാണ്. അവൻ കുറെ ആലോചിച്ചു, തിരിഞ്ഞും മറിഞ്ഞും. എന്നിട്ട് അവൻ അവസാനം ഒരു തീരുമാനമെടുത്തു. മോനെ വൈശാഖ, ഐശ്വര്യമായിട്ട് പോയി വരൂ മോനെ. സുമിത്ര വാത്സല്യത്തോടെ മകന്റെ നെറുകയിൽ കൈവച്ചു. ശേഖരനും മക്കളും സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. ലക്ഷ്മിയും ഒരറ്റത്ത് എല്ലാം വീക്ഷിച്ചു നിന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വൈശാഖൻ ബൈക്ക് ഓടിച്ചു പോയി. മോളെ ലക്ഷ്മി, ഇന്നലെ മുതൽ ഞാൻ ചിന്തിക്കുക, മോൾക്ക് എന്താ ഒരു വിഷമം? സത്യം പറയ്. കാലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സുമിത്ര അവളോട് ചോദിച്ചു. ഒന്നുമില്ല അമ്മേ, അമ്മയ്ക്ക് തോന്നുന്നതാ, അവൾ പറഞ്ഞു. എന്നാലും എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ലക്ഷ്മി അവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു ഈ ജോലിക്ക് പോകേണ്ട എന്ന്. മോള് വിഷമിക്കേണ്ട, എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. സുമിത്ര അവൾക്ക് ആശ്വാസം പകർന്നു. അമ്മേ, ഏട്ടൻ ജോലിക്ക് പോകുന്നതിന് എന്താ? അങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റുമോ? വീണ അമ്മയോട് ചോദിക്കുന്നത് മുറിയിലേക്ക് കയറി പോകുന്നതിനിടയിൽ ലക്ഷ്മി കേട്ടു. ഒരു നിമിഷം അവൾ അവിടെ നിന്നു. അവരുടെ സ്റ്റാറ്റസൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് അവർക്ക് നാണക്കേടാണ് ചേച്ചി. ഉണ്ണിമോളാണ് അത് പറഞ്ഞത്. പിന്നെ നാണക്കേട്? അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അച്ഛനൊരു ആശ്വാസമല്ലേടി ഏട്ടന് കിട്ടിയ ഈ ജോലി. നിങ്ങളാരും തർക്കിക്കേണ്ട. അച്ഛനോടും വൈശാഖിനോടും ആലോചിച്ച് നമുക്ക് വേണ്ടത് ചെയ്യാം. വീണ തരക്കേടില്ലല്ലോ എന്നാണ് ലക്ഷ്മി അപ്പോൾ ചിന്തിച്ചത്. പാടത്തു നിന്ന് വന്നപ്പോൾ സുമിത്ര കാര്യങ്ങളൊക്കെ ഭർത്താവിനോട് പറഞ്ഞു. ഓ, അതാടി, അവന് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ടും അശോകന് ഒരു സന്തോഷമില്ലായിരുന്നു. ആ, അവൻ വരട്ടെ. അവനോട് ആലോചിച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ആ കുട്ടിക്ക് ആകെ വിഷമം. അവൾ പറയുക അശോകൻ പറഞ്ഞതായിരുന്നു എന്ന്, നമ്മുടെ മോനോട് അവരുടെ കട നോക്കി നടത്തണമെന്ന്. എന്നിട്ടോ? ഏട്ടൻ അന്തസ്സുള്ളവനാണ് അച്ഛാ. അതുകൊണ്ട് ഏട്ടൻ സമ്മതിച്ചില്ല. അല്ല പിന്നെ. എൻ്റെ വീണേ, നിന്റെ നാവടക്ക്. ആ കുട്ടി എങ്ങാനും കേട്ടാൽ അപ്പോൾ തീരും. ശേഖരൻ അവളെ വഴക്കു പറഞ്ഞു. മുറ്റത്തേക്ക് തുണികൾ പെറുക്കുവാനായി ഇറങ്ങിയ ലക്ഷ്മി അത് കേട്ടിരുന്നു. ഉണ്ണിമോൾ സ്കൂളിൽ പോയോടി? അവൾ പോയി. ജലദോഷം ചെറുതായിട്ടുണ്ട്, സുമിത്ര തൊഴുത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ആദ്യമായി കിട്ടിയ ജോലിയാണ്. വൈശാഖന് ആകെ ഒരു ഉന്മേഷവും അതിലുപരി അങ്കലാപ്പുമാണ്. കുറേ സഹപ്രവർത്തകരെയൊക്കെ പരിചയപ്പെട്ടു. നേരത്തെ ഉണ്ടായിരുന്ന അക്കൗണ്ടന്റ് ബാങ്കിൽ ജോലി കിട്ടി സ്ഥലം മാറിപ്പോയതാണ്. ഒരാൾ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവൻ മനസ്സിലാക്കിയെടുക്കുകയാണ്. ഇടയ്ക്ക് മാനേജരും വേറെ ഒരാളും കൂടി വന്ന് അവനെ പരിചയപ്പെട്ടു. എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ് എന്ന് അവന് തോന്നി. എന്തായാലും വൈശാഖന് തൻ്റെ ജോലി നന്നേ പിടിച്ചു. വൈകിട്ട് അവൻ ജോലി കഴിഞ്ഞ് എത്തിയതും എല്ലാവരും വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അവൻ കുളത്തിൽ പോയി മുങ്ങിക്കുളിച്ച് വന്നപ്പോൾ ശേഖരൻ ഉമ്മറത്തിരിപ്പുണ്ട്. മോനെ, കാര്യങ്ങളൊക്കെ ലക്ഷ്മി പറഞ്ഞില്ലേ? ഈ ജോലി നിനക്ക് വേണോ? ശേഖരൻ മകനെ നോക്കി ചോദിച്ചു. അച്ഛൻ പറയുന്നതാണ് മോനെ ശരി. നീ അവിടെ ജോലിക്ക് പോയെന്നറിഞ്ഞാൽ അശോകന് നാണക്കേടല്ലേ? സുമിത്രയും ഭർത്താവിനെ പിന്താങ്ങി. അവൻ ലക്ഷ്മിയെ നോക്കിയപ്പോൾ അവൾ ചുണ്ടിൽ ഒരു ഗൂഢസ്മിതത്തോടെ ഒരു വിജയിയെപ്പോലെ നിൽക്കുകയാണ്. അച്ഛാ, തൽക്കാലം ഞാൻ എൻ്റെ ജോലി കളയുന്നില്ല. ആറ്റുനോറ്റ് കിട്ടിയ ജോലിയാണ്. അത് ഉപേക്ഷിക്കാൻ ഞാൻ ഒരുക്കമല്ല.
പിന്നെ ഇവളുടെ അച്ഛന് നാണക്കേടാണെങ്കിൽ ഞാൻ അവരുടെ മരുമകൻ ആണെന്ന് പറയണ്ട. അശോകൻ മുതലാളിയുടെ മരുമകൻ ആണെന്ന് പറഞ്ഞല്ല ഞാൻ നടക്കുന്നത്. മേലേടത്ത് ശേഖരൻ്റെ മകനാണ് ഞാൻ. അതും പറഞ്ഞുകൊണ്ട് അവൻ നടന്നുപോയി. ലക്ഷ്മിയുടെ അടുത്തെത്തിയതും അവൻ നിന്നു. വൈശാഖന് ഒറ്റ വാക്കേ ഉള്ളൂ, കേട്ടോടി. അവൻ മുറിയിലേക്ക് കയറിപ്പോകുന്നത് നോക്കി ലക്ഷ്മി നിന്നു. അപമാനഭാരത്താൽ അവളുടെ മുഖം കുനിഞ്ഞിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വൈശാഖൻ തന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മോളെ ലക്ഷ്മി. സുമിത്ര അവളുടെ തോളിൽ പിടിച്ചു. മോളെ, സാരമില്ല, അവനെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. മോൾ വിഷമിക്കേണ്ട. അതേ ഏട്ടത്തി, ഏട്ടൻ പറയണതൊന്നും കാര്യമാക്കേണ്ട. കുറച്ച് കഴിയുമ്പോൾ ഏട്ടൻ തന്നെ പറയും വേറെ ജോലി നോക്കാമെന്ന്. ഉണ്ണിമോൾ ലക്ഷ്മിയെ ആശ്വസിപ്പിച്ചുവെങ്കിലും ആരുടെയും വാക്കുകൾ അവളുടെ കാതിൽ കേട്ടില്ല. അവൾ ഒന്നും പറയാതെ അടുക്കളയിലേക്ക് പോയി. അവിടെ കിടന്ന ഒരു സ്റ്റൂളിൽ അവൾ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സുമിത്ര കുറച്ച് കോവയ്ക്കയും പറിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വന്നു. അത്താഴത്തിനായി ഒരു ഉപ്പേരി വയ്ക്കാം, അവർ പറഞ്ഞു. ലക്ഷ്മി അതെല്ലാം അരിഞ്ഞു വെച്ചു. അപ്പോഴേക്കും വീണ നിലവിളക്ക് കൊളുത്തി. പിന്നെ അവളും എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് നാമം ജപിച്ചു. അത് കഴിഞ്ഞതും ഉണ്ണിമോളുമായി വെറുതെ ഓരോ നാട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയാണ്. അവൾ മനഃപൂർവ്വം വൈശാഖൻ്റെ അടുക്കലേക്ക് പോകാത്തതാണെന്ന് സുമിത്രയ്ക്ക് മനസ്സിലായി. ലക്ഷ്മിയോട് മുഷിഞ്ഞ് സംസാരിക്കേണ്ടിയിരുന്നില്ല എന്ന് വൈശാഖൻ ഓർത്തു. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മുൻപിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് വിഷമമായി എന്ന് അവന് മനസ്സിലായി. പക്ഷേ തുടക്കം മുതലേ അവളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു ഭർത്താവാകാൻ തനിക്ക് കഴിയില്ല. തന്നെയുമല്ല, പണത്തിൻ്റെ അഹങ്കാരം അവൾക്ക് ഇത്തിരി ഉണ്ട് താനും, അവന് ഓർത്തു. ഉണ്ണിമോളെ. അവൻ ഉണ്ണിമോളുടെ മുറിയിലേക്ക് ചെന്നു. ലക്ഷ്മി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ചെന്നതാണ് അവൻ. അവൻ കയറി വന്നതും ലക്ഷ്മി മുഖം കുനിച്ചിരുന്നു. എന്താ ഏട്ടാ, ചായ വേണോ? ചായയോ? വേണ്ട. അല്ലെങ്കിൽ വേണം, ഒരെണ്ണം എടുത്തോ. അവൻ നിന്ന് പരിങ്ങി. കാള വാല് പൊക്കുന്നത് എന്തിനാണ് ഏട്ടാ? അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയതും ലക്ഷ്മിയും അവളുടെ ഒപ്പം ഇറങ്ങിപ്പോയി. അച്ഛാ, ഊണ് കഴിക്കാൻ വായോ? വീണ വിളിച്ചു. ഇവളെന്തിനാ ഇങ്ങനെ അലറണത്? ഞാനിവിടെ ഇല്ലേ? ശേഖരൻ ഊണുമുറിയിലേക്ക് പ്രവേശിച്ചു. വൈശാഖൻ എവിടെ? അവനെ വിളിക്ക്, അയാൾ ആരോടെന്നല്ലാതെ പറഞ്ഞു. മോളെ ലക്ഷ്മിയെ. സുമിത്ര ഉറക്കെ വിളിച്ചു. അമ്മേ, ഞാൻ പപ്പടം കാച്ചുവാണ്, അവൾ അടുക്കളയിൽ നിന്ന് മറുപടി പറഞ്ഞു. ഏട്ടത്തി പോയി ഏട്ടനെ വിളിക്ക്, വീണ ചോറെടുത്ത് വെക്കുന്നതിനിടയിൽ പറഞ്ഞു. ഏട്ടന് ഏറ്റവും ഇഷ്ടം വീണ വന്ന് ചോറുണ്ണാൻ വിളിക്കുന്നതാണെന്ന് എന്നോട് ഏട്ടൻ പറഞ്ഞത്. തന്നെയുമല്ല, ഞാനല്ലല്ലോ ഇത്രയും കാലം ഊണ് കഴിക്കാൻ വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മോള് പോയി വിളിക്ക്. ലക്ഷ്മി പകുതി കളിയായും പകുതി കാര്യമായുമാണ് പറഞ്ഞത്. എന്നെ ആരും വിളിക്കേണ്ട. ഊണ് കഴിക്കാൻ സമയമാകുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട, വയറ് വിശക്കുമ്പോൾ ഞാൻ വരും, കേട്ടോ. വൈശാഖൻ അടുക്കളയിലേക്ക് കയറി വന്നു. ലക്ഷ്മി എടുത്തു വെച്ചതിൽ നിന്ന് ഒരു പപ്പടം എടുത്ത് കടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. എന്നും തമാശകൾ പറഞ്ഞ് ഊണ് കഴിച്ചുകൊണ്ടിരുന്ന വീടാണ്. ആദ്യമായിട്ടാണ് അവിടെ ഒരു മൂകത തളം കെട്ടി നിന്നത്. ഇത് ഇന്ന് കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് അവന് തോന്നി. നീ എന്താടി ഉണ്ണിമോളെ ഒന്നും മിണ്ടാത്തത്? ഏട്ടൻ ഊണ് കഴിക്കാൻ നോക്ക്, ചുമ്മാ ഓരോന്ന് പറഞ്ഞിരിക്കാതെ. വീണ അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ പാത്രത്തിൽ നിന്ന് ഒരു മീൻ വറുത്തത് അവൻ അടിച്ചു മാറ്റി. അമ്മേ, കണ്ടോ ഇത്? വീണ അമ്മയെ നോക്കി. നീ മിണ്ടാതിരുന്ന് ഊണ് കഴിക്കടി, സുമിത്ര അവളെ ശാസിച്ചു. അതാണ്, നീ മിണ്ടാതിരുന്ന് കഴിക്കടി. വൈശാഖൻ ഉണ്ണിമോളെ നോക്കി കണ്ണിറുക്കി. അവൾ ശബ്ദമില്ലാതെ ചിരിച്ചു. ലക്ഷ്മി ഈ ലോകത്തൊന്നും അല്ലെന്ന് ശേഖരന് തോന്നി. അവൾ ആരോടും ഒന്നും മിണ്ടാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റു. വൈശാഖൻ ഊണ് കഴിഞ്ഞ് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നോക്കി ലക്ഷ്മി വേഗം മുറിയിലേക്ക് കയറിപ്പോയി. വൈശാഖ, നീ കിടക്കുന്നില്ലേ? മണി 10 കഴിഞ്ഞു. ശേഖരൻ മകൻ്റെ അടുത്ത് വന്നിരുന്നു. അച്ഛാ, ഞാൻ കിടക്കാൻ പോവുകയാണ്. നാളെ നേരത്തെ ജോലിക്ക് പോകേണ്ടതാണ്. വൈശാഖൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. മോനെ, നീ ഇരിക്ക്. അച്ഛന് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. അയാൾ മകൻ്റെ കയ്യിൽ പിടിച്ചിരുത്തി. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവന് അപ്പോഴേക്കും മനസ്സിലായിരുന്നു. മോനെ, ലക്ഷ്മിമോൾ പറഞ്ഞതിലും കാര്യമുണ്ട്. അവർ സമൂഹത്തിൽ ഉന്നതരായി ജീവിച്ച വ്യക്തികളല്ലേ? അപ്പോൾ അശോകൻ്റെ മരുമകൻ എന്ന് പറയുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു കാഴ്ചപ്പാടൊക്കെ കാണുകയില്ലേ? അശോകൻ കാശ് കൊടുത്തിട്ട് ആ കാശും കൊണ്ട് പണക്കാരനായ ഒരു വ്യക്തിയാണ് പ്രീതി ടെക്സ്റ്റൈൽസിൻ്റെ മുതലാളി. നീ അശോകൻ്റെ മരുമകനാണെന്നറിയുമ്പോൾ അപ്പോൾ അയാളുടെ മുമ്പിൽ ആരുടെ വിലയാണ് മോനെ പോകുന്നത്? അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു ജോലി നോക്കാം. എന്തായാലും അച്ഛൻ ഇത്രയും നാൾ നിങ്ങളെ എല്ലാവരെയും സംരക്ഷിച്ചു പോറ്റിയില്ലേ? ഇനിയും അങ്ങനെ കുറച്ചുനാൾ കൂടി മുന്നോട്ട് പോകട്ടെ മോനെ.
അതിനിടയിൽ നിനക്ക് എവിടെയെങ്കിലും ഒരു നല്ല ജോലി ശരിയാവും. എൻ്റെ മോൻ അച്ഛൻ പറയുന്നത് അനുസരിക്ക്. അച്ഛാ, പണ്ടത്തെ പോലെയല്ല ഇന്ന്. തൊഴിലില്ലായ്മയാണ് ഒരു ചെറുപ്പക്കാരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും PG പാസ്സായവരാണ്. ഇഷ്ടം പോലെ ആളുകൾ തൊഴിലില്ലാതെ വിഷമിച്ചു നിൽക്കുന്നവരുമുണ്ട്. അതിനിടയിൽ എനിക്ക് കിട്ടിയ ഈ ജോലി തരക്കേടില്ലാത്തതാണ് അച്ഛാ. അച്ഛൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷേ ഈ ജോലി കളയാൻ ഞാൻ ഒരുക്കമല്ല. സുമിത്രയും കേട്ടു നിൽക്കുകയാണ് മകൻ്റെ വാക്കുകൾ. അതൊക്കെ ശരിയാണെന്ന് അവർക്കും അറിയാം. അച്ഛാ, ഇനി ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയായി ചെല്ലുമ്പോൾ അയാളെയും ഈ അശോകൻ മുതലാളി സംരക്ഷിച്ചതാണെങ്കിൽ അവിടെ നിന്നും ഞാൻ പടിയിറങ്ങേണ്ടി വരികയില്ലേ? അങ്ങനെ നടന്നാൽ മതിയോ ഞാൻ? എന്തായാലും അച്ഛൻ ഇക്കാര്യത്തിൽ മറത്തെന്നോട് ഒന്നും പറയരുത്. മോനെ, അച്ഛൻ്റെ വാക്കുകൾ ഇന്നോളം ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ തോറ്റു പിന്മാറില്ല. അങ്ങനെ തുടക്കം മുതൽ ഭാര്യ വീട്ടുകാരെ അനുസരിക്കാൻ പോയാൽ പിന്നെ എനിക്ക് എന്ത് വിലയാണുള്ളത്? അച്ഛനെ വിഷമിപ്പിച്ചുവെങ്കിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അതല്ല മോനെ, ലക്ഷ്മി, ആ കുട്ടി നന്നായി വിഷമിച്ചിരിക്കുകയാണ്. അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട. ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. വൈശാഖ് റൂമിലേക്ക് കയറിപ്പോയി. അവൻ പറയുന്നതിലും കാര്യമുണ്ടല്ലേടി? ശേഖരൻ ഭാര്യയെ നോക്കി. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇവരുടെ ദാമ്പത്യത്തിൽ തുടക്കത്തിലേ ഇങ്ങനെ കല്ലുകടി വന്നാൽ എന്തു ചെയ്യും? അതൊക്കെ അവൻ പറഞ്ഞു ആ കുട്ടിയെ മനസ്സിലാക്കിക്കൊള്ളും. നീ വാ, നേരം ഒരുപാടായി. വൈശാഖൻ മുറിയിൽ ചെന്നപ്പോൾ ലക്ഷ്മി വെറുതെ ഫാനിലേക്ക് നോക്കി കിടക്കുകയാണ്. ഓ, ആ കിടപ്പ് കണ്ടില്ലേ? അങ്ങോട്ടൊന്ന് ചെന്ന് അവളെ പൊക്കിയെടുത്ത്. അല്ലെങ്കിൽ വേണ്ട, പോട്ടെ. അവൻ വന്ന് ഫാനിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടു. എന്തെങ്കിലും പറഞ്ഞ് ഇവൾ ഒച്ച വെച്ചാൽ പുറത്തേക്ക് പോരുതല്ലോ എന്നാണ് അവൻ ചിന്തിച്ചത്. അവനും അവളുടെ ഒപ്പം കട്ടിലിൽ കയറി കിടന്നു. ഒരു കൈകൊണ്ട് അവൻ അവളെ പുണർന്നുവെങ്കിലും അവൾ ചാടി എഴുന്നേറ്റു. തൊട്ടുപോകരുത് തന്നെ, അവൾ വിറച്ചു. എന്തോ വല്ലതും പറഞ്ഞോ? അവൻ വേഗം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിച്ചു. നാണമില്ലേ നിങ്ങൾക്ക്? അവൾ ദേഷ്യത്തിലാണെന്ന് അവനും മനസ്സിലായി. കൂടുതൽ പ്രശ്നം ആക്കുന്നതിലും നല്ലത് മിണ്ടാതിരിക്കുന്നതാണ്. അവൻ പതിയെ പുതപ്പെടുത്ത് പുതച്ചു കിടന്നു. ഇടയ്ക്കെപ്പോഴോ അവൻ്റെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ലക്ഷ്മി അരികിലില്ല. അവൻ ചാടി എഴുന്നേറ്റു. നിലത്ത് വെറും തറയിൽ കിടന്നുറങ്ങുകയാണ് അവൾ. ലക്ഷ്മി, അവൻ വിളിച്ചു. കേട്ടാലും അനങ്ങില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ലക്ഷ്മി, ലക്ഷ്മി. അവൾ എഴുന്നേൽക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൻ അവളെ പൊക്കിയെടുക്കുവാൻ ഒരു ശ്രമം നടത്തി. അപ്പോഴേക്കും അവൾ ചാടി എഴുന്നേറ്റ്. ഓ, തമ്പുരാട്ടിയുടെ അഭിനയമായിരുന്നോ? ആണെങ്കിൽ ഇയാൾക്കെന്താ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ഇയാളോ? ആരാടി ഇയാൾ? ഞാനാണോ? അവൻ അവളുടെ ചെവിയിൽ പിടിച്ചു തിരുമി. വേഗം കട്ടിലിൽ കയറി കിടക്കാൻ നോക്ക്. ഇല്ല, ഞാനിവിടെ കിടന്നോളാം. അവൾ മുഖം തിരിച്ചു. നീ എവിടെ കിടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഞാനാണ്. മര്യാദയ്ക്ക് പറയുന്നത് കേൾക്കാൻ നോക്ക്. എനിക്ക് കാലത്തെ എഴുന്നേൽക്കേണ്ടതാണ്. ഓ, അതിന് ഞാൻ എന്തു വേണം? താലവുമായിട്ട് നിൽക്കണോ? നീ വന്ന് കിടക്ക്. താലവുമായിട്ടാണോ നിൽക്കേണ്ടത് എന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അവൾ കൂസാതെ ഇരിക്കുകയാണ്. വെറുതെ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ വന്ന് കിടക്കാൻ നോക്കിക്കേ പെണ്ണേ. ഞാനിവിടെ കിടന്നോളാം. എനിക്ക് നിങ്ങളുടെ കൂടെ കിടക്കാൻ താല്പര്യമില്ല. പിന്നെ ആരുടെ കൂടെ കിടക്കാനാണ് താല്പര്യം? അതും കൂടി പറഞ്ഞതാ. അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എടി, ഈ വൈശാഖൻ ആരാണെന്ന് നീ അറിയും. കാണണോ നിനക്ക്? എൻ്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. അവൻ ദേഷ്യപ്പെട്ടു. നിന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ? പോയി കിടക്കടി. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി കട്ടിലിൽ കിടക്കും. കാണണോ? അവൾ ഈ തവണ എഴുന്നേറ്റു. കണ്ണുകൾ ചെറുതായി നനഞ്ഞിരുന്നു. ഒന്നും മിണ്ടാതെ അവൾ കട്ടിലിൽ വന്നു കിടന്നു. അങ്ങനെ അനുസരണയുള്ള കുട്ടിയാവാൻ നോക്ക്. അവനും അവളുടെ ഒപ്പം കിടന്നുറങ്ങി.